ഹായ് ഫ്രണ്ട്സ്, റുവ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കിടിലൻ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ പല്ലി, പാറ്റ, കൊതുക് ഇവരുടെ ശല്യം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യത്തെ ടിപ്സ് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു കിഡിലൻ ടിപ്സാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഇഡ്ഡലി തട്ടുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി കിട്ടാറില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം ഇങ്ങനെ ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ ആ ഒരു ഇഡ്ഡലി അതിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഇഡ്ഡലി അതിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, എവിടെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇഡ്ഡലി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് പ്രശ്നം ഉണ്ടാവും, ഇതുപോലൊരു ബുദ്ധിമുട്ട് ഇഡ്ഡലി അതിൽ നിന്ന് കിട്ടാതെയൊക്കെ വരിക. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ആ ഒരു ഇഡ്ഡലി കിട്ടും, ഒരു കേടും ഇല്ലാതെ തന്നെ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ കൊതുക് ശല്യം മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരു കെമിക്കലും ഇല്ലാതെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂണ് പെരുംജീരകമാണ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് എടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു അളവ് തന്നെ ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു നിറം മാറുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നാലുള്ളൂ നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അതിനാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്മെല്ല് പെട്ടെന്ന് കിട്ടാനൊക്കെയാണ് കേട്ടോ നമ്മൾ വറുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒരു ഇടികല്ല് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തന്നെ നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു തരി കൂടാതെ പൊടിച്ചെടുക്കണം. ഇനിയിപ്പോൾ തരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്, അതായത് കൊച്ചുള്ളി. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി ബെസ്റ്റാണ് കേട്ടോ നമ്മളെ കൊതുകിൻ്റെയൊക്കെ ശല്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഉള്ളി എടുത്തിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് ഇടികല്ലിലിട്ട് ഒന്ന് ചതച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഈ ഒരു പൊടി അതിലേക്ക് കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇത് നമുക്കിത് പുകയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒരു കേടും വരില്ല കേട്ടോ. കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നം വരില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കെമിക്കൽ കൂട്ടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് ചിരാതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മൺചിരാതോ അല്ലെങ്കിൽ ചിരട്ട എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഇതുപോലെ നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു കോട്ടൻ്റെ ക്ലോത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കോട്ടൻ്റെ ക്ലോത്ത് നമ്മളൊന്ന് പിരിച്ചു കൊടുത്തിട്ട് തിരിക്ക് പകരം ഇതുപോലെ കോട്ടൻ്റെ ക്ലോത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തിരിയില്ലാത്തവർക്ക് ഇതുപോലെ കോട്ടൻ്റെ ക്ലോത്ത് ഒന്ന് പിരിച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ആ ഒരു എണ്ണ അതിൽ മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു ക്ലോത്ത് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു എണ്ണനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കേണ്ടത്. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു തിരി കത്തി കിട്ടുള്ളൂ. ഇത് നമ്മളെ വീട്ടിൽ നമ്മളെ സന്ധ്യ സമയങ്ങളിലൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇത് പുകച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൊതുകിൻ്റെ പാറ്റിൻ്റെയൊക്കെ ശല്യം പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു കിഡിലൻ ടിപ്സായിട്ട് വരാം. താങ്ക്